ഓർഡറോ? ഇത്രയും പെട്ടെന്നോ? ആ, ഇവിടുത്തെ സ്റ്റേഷനിൽ തന്നെ. നോക്കട്ടെ. മനസ്സ് നിറഞ്ഞു ചേച്ചിക്ക്. സങ്കടങ്ങൾക്കിടയിലും ചില സന്തോഷങ്ങൾ തരും ഈശ്വരൻ. മക്കളുടെ രണ്ടുപേരുടെയും കല്യാണം മുടങ്ങിയിട്ടും അച്ഛന് സന്തോഷിക്കാൻ വകയുണ്ടോ ഇത്? ജോലി കിട്ടുമെന്ന് ഉറപ്പിച്ചിരുന്നതല്ലേ? അനഘേച്ചി എന്തിനാ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്? ഞാൻ ചിന്തിക്കുന്നത് നെഗറ്റീവാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? കല്യാണം മുടങ്ങിയത് പോട്ടെ, അഭിയേട്ടനും അച്ഛനും കൂടെ അപമാനിച്ചിറക്കി വിട്ടില്ലേ വിവേകിനെ? അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അതൊക്കെ അപ്പോഴത്തെ ആ സങ്കടത്തിൽ പറഞ്ഞു പോകുന്നതല്ലേ. നമുക്കവന് സാവകാശം പറഞ്ഞ് മനസ്സിലാക്കാം മോളെ. എത്ര പറഞ്ഞ് മനസ്സിലാക്കിച്ചാലും നാവിൽ നിന്ന് വീണ വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. വിവേകിന്റെ മനസ്സിലേറ്റ മുറിവ് ഒരിക്കലും ഉണങ്ങില്ല അമൃതേച്ചി. എന്ത് തെറ്റ് ചെയ്തിട്ടാ വിവേക് അന്യനും അനാഥനുമായത്? കല്യാണം നടന്നിരുന്നെങ്കിൽ ഈ അപമാനം സഹിക്കണ്ടായിരുന്നു. നീ സമാധാനായിട്ടിരിക്ക. നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തിത്തരും. ഇതൊക്കെ പറയാൻ എളുപ്പമാ. എന്ന് നടത്തിത്തരുമെന്നാ? അഭിയേട്ടൻ അമൃതേച്ചിയെ ഇനി ഉടനെ ഒന്നും കല്യാണം കഴിക്കാൻ പറ്റില്ല. ചേച്ചിയുടെ കല്യാണം കഴിയാതെ ഞങ്ങളുടെ കല്യാണം നടത്താനും പറ്റില്ല. അതെന്താ നടത്തിയാല്? എന്റെ കാര്യം ഓർത്ത് ആരും ഒരു ത്യാഗവും ചെയ്യണ്ട. നിങ്ങളുടെയൊക്കെ സന്തോഷം എനിക്ക് മുഖ്യം. നിന്റെ കല്യാണം ഉടനെ നടത്തും. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല അമൃതേച്ചി. അഭിയേട്ടനും വിവേകും തമ്മിലുള്ള വഴക്ക് തീരാതെ കല്യാണം ഒന്നും നടക്കില്ല. വഴക്കൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാന്നേ. എന്ന് വഴക്കൊക്കെ തീർന്നു വരുമ്പോഴേക്കും മൂക്കിൽ പല്ല് മുളയ്ക്കുമായിരിക്കും. മോളെ, സങ്കടപ്പെടരുതെന്ന് ഞാൻ പറയില്ല. എന്റെ മോൾക്ക് സങ്കടം ഉണ്ടാവും, സഹിക്കാൻ. ആ, എന്റെ മോൾക്ക് കല്യാണത്തിന് സമയമായിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി. കല്യാണം നടക്കാത്തതൊക്കെ ഞാൻ സഹിക്കാച്ച, പക്ഷേ ഈ കുത്തുവാക്കുകൾ സഹിക്കാൻ പറ്റുന്നില്ല. മുമ്പേ മരണം അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ കല്യാണം അങ്ങ് വേണ്ടെന്ന് വെച്ചാ മതിയായിരുന്നില്ലേ? അനക്കയുടെ കല്യാണം നടന്നിരുന്നെങ്കിൽ ഞാൻ ഈ പഴി കേൾക്കണായിരുന്നു. വിവേകും കൃഷ്ണനും കൂടി മരണം മറച്ചു വെച്ചതിന് എന്റെ മോള് തെറ്റുകാരിയാണോ? പക്ഷെ എല്ലാം ഇപ്പൊ എന്റെ ദോഷാണെന്നല്ലേ പറഞ്ഞു വരുന്നത്?
അഭി പോലും എന്നോടൊന്ന് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കുന്നില്ല അച്ഛാ. മോളെ, ഇപ്പോഴത്തെ അവന്റെ മാനസികാവസ്ഥ അത് നമ്മൾ തിരിച്ചറിയണ്ടേ? ഞാൻ അഭി അച്ഛനൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ എന്റെ മനസ്സ് ആരും കാണുന്നില്ലല്ലോ. സഹിച്ച് സഹിച്ച് മടുത്തു. എന്റെ അനിയത്തിമാര് പോലെ എന്നെ കുറ്റപ്പെടുത്തി തുടങ്ങി. എനിക്കിനി വയ്യ. എന്തിനാ എനിക്ക് ഈ ജീവിതം? മോളെ